വിശ്വനാഥൻ മങ്ങാട്ടിന്റെ പുസ്തക പ്രകാശനം നടന്നു. എഴുത്ത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. സർഗാത്മക സൃഷ്ടികൾ അടിച്ചമർത്തലുകൾക്കും അനീതിക്കുമെതിരെ മനുഷ്യരുടെ പ്രതിരോധ പ്രവർത്തനമാണെന്ന് നോവലിസ്റ്റും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ പ്രസ്താവിച്ചു. വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച അറ്റുപോകാത്ത ചിറകുകൾ, ഇസാൻപൂരിലെ സൂര്യകാന്തി പാടങ്ങൾ എന്നീ നോവലുകളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ജീവിതത്തെ അടുത്തു നിന്ന് നോക്കിക്കണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ വൈവിധ്യങ്ങളെയൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള എഴുത്ത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എഴുത്തുകൾ, വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു പ്രവണത മാത്രമാണ് സാഹിത്യത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പലതരം പ്രവണതകൾ, പലതരത്തിലുള്ള ജീവിതാവിഷ്കാരങ്ങളാണ് നോവലുകളിലൂടെ പ്രത്യേകിച്ചും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള സാഹിത്യം, നോവലുകൾ ഒരു വക ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഇന്നത്തെ നിലയ്ക്ക്. അതിലും ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല സംഗതികളും അതിലും കടന്നു വരുന്നുണ്ട്. ഏത് മട്ടിൽ ജീവിതത്തെ ആവിഷ്കരിച്ചാലും, കലയിലൂടെ ഏത് മട്ടിൽ ജീവിതത്തെ ആവിഷ്കരിച്ചാലും അതൊക്കെ തന്നെ വളരെ പ്രസക്തമാവുകയും സാമൂഹ്യ ഉത്തരവാദിത്വപൂർണ്ണമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ പല മട്ടിലുള്ള സാഹിത്യം ഉണ്ടായിരുന്നു. അത് ചില സാഹിത്യം സമൂഹത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടും എല്ലാ കാലത്തെയും എന്ന പോലെ മനുഷ്യജീവിതത്തെയൊക്കെ തന്നെ, ഇപ്പോൾ ഇവിടെ വിശ്വനാഥൻ മങ്ങാട്ട് എഴുതുന്ന പോലെ തന്നെ മനുഷ്യജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ ധർമ്മസങ്കടങ്ങളെയും ഒക്കെ തന്നെ വിലയിരുത്തി ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടായിട്ട് മനുഷ്യജീവിതത്തെ ആഖ്യാനം ചെയ്യുന്ന കൃതികളോടൊപ്പം തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമില്ലാതെ വളരെ നിർവ്വീകാരമായി ഈ സമൂഹത്തെ നോക്കിക്കാണുകയും അതിനെ അമ്മട്ടിൽ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കൃതികൾ, പിന്നെ സമൂഹത്തിനോട് പ്രതികൂലമായി തന്നെ പ്രതികരിക്കുന്ന കൃതികൾ, അങ്ങനെ പല രീതിയിൽ ഉള്ള സാമൂഹ്യ വീക്ഷണം പ്രകടിപ്പിക്കുന്ന, പിന്നെ വളരെ സന്തോഷിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന, ഒരു നിലയ്ക്കും അതിൽ നിന്ന് വേറൊരു ഗുണവും ആർക്കും കിട്ടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് രസിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി എഴുതുന്ന കൃതികൾ, അങ്ങനെയൊക്കെയുള്ള കൃതികളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ഗുരുദേവ സമാജ മിനി ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാരണം ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് സാഹിത്യകാരന്മാർ. പക്ഷേ ഒഴുക്കിനൊപ്പം നീന്തി എന്തെങ്കിലുമൊക്കെ ആ ഒഴുക്കിനൊപ്പം നീന്തുന്നതിലൂടെ ലഭ്യമാകുമോ എന്ന് വിചാരിക്കുന്നവർ ധാരാളമായി എഴുത്തുകാരൻ ലോകത്ത് വളർന്നു വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ചോദ്യം ചെയ്യാൻ ഒരു ചൂണ്ടാണി വിരൽ ഉയരുന്നില്ല ഇവരിൽ നിന്ന്. മറിച്ച് ചോദ്യങ്ങളെ മടക്കി എടുക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചോദ്യം ചെയ്താൽ എനിക്ക് കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന സാഹിത്യകാരന്മാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേടനെ പിടികൂടാനുള്ള തിരക്കിലാണ്. ഈ വേടൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ മറ്റുള്ളവരുടെ വേട്ടയാടലിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വേടൻ്റെ പാട്ടും പറച്ചിലും കേൾക്കാൻ യുവത്വം തുടികൊട്ടുന്ന ഹൃദയവുമായി ഒത്തുകൂടുന്നത് എന്താണ് എന്ന് ഉള്ള ഒരു ആലോചനയല്ല സമൂഹം നടത്തുന്നത്, ഭരണകൂടവും നടത്തുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ വലിയ വിളക്കുകളുടെ മുന്നിലേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് വെളിച്ചമുള്ളത് കൊണ്ടാണ്. ഇരുട്ടാണെങ്കിൽ ഒരിക്കലും ഈയാമ്പാറ്റകൾ വരില്ല. ആ ഈയാമ്പാറ്റകൾക്കൊക്കെ നിമിഷങ്ങളുടെ ജീവിതം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും കഥാകൃത്തുമായ UK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എന്ത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് ലാഭം എന്നുള്ളതാണ്.
ഈ ലാഭത്തിനെ കുറിച്ചുള്ള ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ലാഭം മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നൊരു കാലത്ത്, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാലത്ത് ആണ് ഒരു മനുഷ്യൻ 2 പുസ്തകവുമായിട്ട് 2 നോവലുകളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയേണ്ടതുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ എഴുതുന്നു എന്നുള്ളത്. വളരെ പ്രസക്തമായിട്ടുള്ള സംഗതി ഈ 2 തരത്തിലാണ്. ഒന്ന്, എഴുത്തുകാരനെ സംബന്ധിച്ചോളം അയാൾക്ക് മനസ്സമാധാനം, ഞാൻ പറയുന്ന മറുപടി ഇതാണ്, എനിക്കിത് എഴുതി കഴിയുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടുന്നതാണ്. അതായത് എന്നെ മനസ്സമാധാനം കളയുന്ന ശിവാനന്ദ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മനസ്സമാധാനം കളയുന്ന ഒരുപാട് സംഗതികൾ ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ആ സംഗതികളെ തുറന്നു പറയുന്നതിനും അതെങ്ങനെയാണ് നമുക്ക് നേരേക്ക് എടുക്കാൻ കഴിയുക ചോദിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കഥകൾ പറയുന്നത്. കവിയും നാടകകൃത്തുമായ സുധീഷ് അമ്മവീട്, കൊളോജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന ജെ വിജയമോഹൻ എന്നിവർ നോവലുകൾ ഏറ്റുവാങ്ങി. KM ബേബി, TK ഗംഗാധരൻ, VS പ്രീതി ടീച്ചർ, വിശ്വനാഥൻ മങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. ആമി, ജിതി സുധീഷ് എന്നിവർ കവിതകൾ ആലപിച്ചു. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പുസ്തക പ്രസാധകർ.